ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ കൂട്ടാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് കേട്ടോ ചെയ്ത് കാണിക്കുന്നത്. കട്ടിയായിട്ടുള്ള ചമ്മന്തിയാണ്. ദോശയുടെ കൂടെയെല്ലാം കൂട്ടാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവർക്കും അറിയായിരിക്കും ഇതുണ്ടാക്കാനായിട്ട്. പക്ഷേ ഞാനിപ്പോൾ ഇതിൽ കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് ഞാൻ ചേർക്കുന്നത് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദോശയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ. അത് വൈറ്റ് കളറിലാണ് ഇരിക്കുന്നത്. നല്ല കട്ടി ചമ്മന്തിയാണ്. ഇതിൽ എണ്ണയോ വെള്ളമോ ഒന്നും ചേർക്കാതെയാണ് ഇത് അരച്ചെടുത്തിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തിയാണ്. നല്ല എളുപ്പത്തിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ പണ്ട് അമ്മിക്കല്ലിലൊക്കെ അരച്ചെടുക്കുന്ന അതേ ടേസ്റ്റിൽ നമ്മൾക്ക് ഇപ്പോഴും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇത് അമ്മിക്കല്ലെല്ലാം അരച്ചുരുട്ടി ഇങ്ങനെ എടുക്കുമ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിൻ്റെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മീഡിയം സൈസിലുള്ള ഒരു തേങ്ങ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇത് ഒരു സാമാന്യം വലുപ്പത്തിലുള്ള ഒരു തേങ്ങയാണ്. ഫുള്ള് തേങ്ങയുണ്ട്. അത് നിങ്ങൾക്ക് എന്തോരം വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് അളവിൽ തേങ്ങ ചിരകിയെടുക്കുക. അതിന് ശേഷം ഇതിലേക്ക് നമ്മൾക്ക് വേറെ കുറച്ച് സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. ചെറിയ ഉള്ളി നല്ലപോലെ തൊലിയെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു 10-15ഓളം ചെറിയ ഉള്ളിയുണ്ട്. അത് നിങ്ങൾക്ക് ചെറിയ ഉള്ളിയെല്ലാം എന്തോരം ചേർക്കുന്നോ അത്രയും കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഇനിയും കുറച്ചുകൂടി കൂടുതൽ ചേർത്ത് കൊടുക്കാം. അത്രയും ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ പച്ചമുളകാണ് എടുക്കുന്നത്. പച്ചമുളക് ഒരു 8-10 ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ല എരിവുള്ള പച്ചമുളകാണ്. നിങ്ങളുടെ പച്ചമുളകിൻ്റെ എരിവിനനുസരിച്ചിട്ടും നിങ്ങൾക്ക് എന്തോരം എരിവ് വേണമെന്നുള്ളതിനനുസരിച്ചിട്ടും നിങ്ങൾ ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾക്ക് വേറെ കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു ഇഞ്ച് സൈസിലുള്ള ഇഞ്ചിയുടെ പീസാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഇത്രയും 3 സാധനങ്ങളാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർക്കണമെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർത്തിട്ടും ഉണ്ടാക്കാറുണ്ട്. നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇന്നിപ്പോൾ ഇവിടെ വെളുത്തുള്ളി ചേർത്തിട്ടില്ല എന്നേ ഉള്ളൂ. ഇനിയിപ്പം ഇതിലേക്ക് ഞാൻ 2 തണ്ട് കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനായിട്ട് 2 തണ്ട് കറിവേപ്പില കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇതെല്ലാം കൂടിയും ശരിക്കും നല്ലപോലെ ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ അരച്ചെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാറ് എടുത്തിട്ടുണ്ട്. ആ ജാറിലേക്ക് ഞാനിപ്പോൾ ആദ്യം ചേർത്ത് കൊടുക്കാൻ പോകുന്നത് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്നില്ലേ ഉള്ളിയും കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി, ഇത്രയും സാധനങ്ങളാണ് ഞാൻ ആദ്യം മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഉള്ളി ഇതെല്ലാം വലിപ്പത്തിൽ കൂടുതലുള്ള ഉള്ളി കഷ്ണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. പച്ചമുളകും കൂടുതൽ വലിപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് അതൊന്ന് ഒടിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ എൻ്റെ എല്ലാം ചെറിയ സൈസിലുള്ള ഉള്ളിയും പച്ചമുളകും അതെല്ലാം ആയതുകൊണ്ടാണ് ഞാനതൊന്നും ചെറുതാക്കുകയോ ഒന്നും ചെയ്യാത്തത്. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ഇത്രയും ഉള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്ക് നേരത്തെ മാറ്റി വെച്ചിരുന്ന ഒരു ഇഞ്ചിയുടെ പീസ് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് ചോപ്പ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് ചിലപ്പോൾ അരയില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ട് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നത് പറയുന്നത്. അതുപോലെ തന്നെ ഉള്ളി ആയാലും വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ മിക്സിയിൽ ഇതൊന്ന് അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് നേരത്തെ ചെറുകി വെച്ചിരുന്ന തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഉള്ളിയും പച്ചമുളക് കറിവേപ്പില അതിൻ്റെ എല്ലാം വെള്ളത്തിൻ്റെ അംശത്തിലാണ് കേട്ടോ ഇത് അരഞ്ഞത്. അപ്പോൾ ഈ ബാക്കിയുള്ള തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തേങ്ങ ഫുള്ള് ചേർത്ത് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഇതിന് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അതിന് ശേഷം നമ്മൾക്കിത് നേരത്തെ ചെയ്ത പോലെ തന്നെ ഒട്ടും വെള്ളം ചേർക്കാതെ അതുപോലെ ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം. ഫസ്റ്റ് റൗണ്ട് ഇപ്പോൾ അവിടെ അരച്ചെടുത്തിട്ടുണ്ട്. നോക്കിയത് ശരിക്കും ഇവിടെയൊക്കെ കുറച്ച് അരയാണ്ടുണ്ട്. അപ്പോൾ എന്നാലും നമ്മൾക്കിതൊരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് വടിച്ചു കൂട്ടിയെടുത്തിട്ട് നമുക്കിതൊന്നും കൂടിയും ഒന്ന് അരച്ചെടുക്കാം. കുറച്ച് പച്ചമുളക് കറിവേപ്പിലൊക്കെ അരയാതെ കിടപ്പുണ്ട്. അതൊന്നും കൂടിയും ഒന്ന് അരയ്ക്കേണ്ടി വരും. ശരിക്കും സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് കൂട്ടിയെടുക്കുക. അതിനുശേഷം ഈ സമയത്ത് നമുക്ക് എരിവ് ഉപ്പൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. കൂടുതൽ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതെല്ലാം നല്ല പെർഫെക്റ്റ് ആയിരുന്നു. ഇതിലിപ്പോൾ എനിക്ക് എക്സ്ട്രാ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. പച്ചമുളകും എരിവും അതെല്ലാം ശരിക്കും പാകത്തിന് നല്ല അളവിനായിരുന്നു. അപ്പോൾ ഇനി ഇതൊന്നും കൂടെയും ഒന്ന് അരച്ചെടുക്കണം. ഒന്നും കൂടെയും 2-3 പ്രാവശ്യം ഒന്ന് മിക്സിയിലൊന്ന് കറക്കി എടുത്ത് കഴിയുമ്പോഴേക്കും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഇനിയിപ്പോൾ ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് നമ്മൾക്കിതൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇപ്പോൾ ഞാൻ ഇവിടെ ചട്നി ഇതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്കൊന്ന് മാറ്റി കൊടുക്കുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒട്ടും വെള്ളവും ചേർത്തിട്ടില്ല, ഒട്ടും എണ്ണയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണിത്. അപ്പോൾ ഇതിലേക്ക് അതുപോലെ നമുക്ക് കൈ വെച്ചിട്ട് ഇങ്ങനെ ഉരുട്ടിയെടുക്കാം. നമ്മൾ സാധാരണ അമ്മിക്കല്ലിലൊക്കെ അരയ്ക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഷേപ്പാക്കി എടുക്കുന്ന പോലെ നമ്മൾക്കിതും ഒട്ടും വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിരിക്കുന്നതായതുകൊണ്ട് തന്നെ ഇത് ശരിക്കും ഒന്ന് ഉരുട്ടി ഷേപ്പിലാക്കി എടുക്കാം. നമ്മൾ ആ ഉള്ളി പച്ചമുളക് എല്ലാം നേരത്തെ ഒന്ന് അരച്ചില്ലേ, അപ്പോൾ അതിൽ നിന്നുണ്ടായ വെള്ളത്തിൻ്റെ അളവിലാണ് ഇത് ശരിക്കും ഇങ്ങനെ അരഞ്ഞു കിട്ടിയിരിക്കുന്നത്. ഒട്ടും വെള്ളമൊന്നും ചേർക്കാതെ ഇതിങ്ങനെ അരഞ്ഞു കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടാണ്. ഇപ്പോൾ നല്ല ഷേപ്പിൽ ഉരുട്ടിയും എടുത്തിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ചമ്മന്തിയാണ് കേട്ടോ. ഇഞ്ചിയുടെ ടേസ്റ്റ് ആയാലും പച്ചമുളകിൻ്റെ ടേസ്റ്റ് ആയാലും നല്ല സൂപ്പറായിട്ടുണ്ടായിരുന്നു. ഇത് ദോശയ്ക്കായാലും ഇഡ്ഡലിക്കായാലും എന്തിൻ്റെ കൂടെയും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്.
നല്ല എളുപ്പമാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഞാനിന്നിപ്പോൾ ഇവിടെ ദോശയാണ് ഉണ്ടാക്കിയത്. നല്ല മുരിഞ്ഞ ദോശയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കട്ടിച്ചമ്മന്തിയാണ്. ഒട്ടും വെള്ളമോ എണ്ണയോ ഒന്നും ചേർക്കാതെ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു കട്ടിച്ചമ്മന്തിയാണിത്. അപ്പോൾ ഇവിടെ ഞാൻ ദോശയാണ് ഉണ്ടാക്കിയത്. ദോശയുടെ കൂടെ എല്ലാം കൂട്ടി കഴിക്കാനായിട്ട് നല്ല സൂപ്പറാണ് കേട്ടോ. ഇഡ്ഡലി ആയാലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ ഈ ചമ്മന്തി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അതുപോലെ തന്നെ റെസിപ്പി ഇഷ്ടപ്പെട്ടവർ നിങ്ങളുടെ ഇത് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ വീഡിയോസ് ഇടുമ്പം അപ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നും പറയുന്ന പോലെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടുള്ള വേറെ റെസിപ്പി ആയിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക് യു.